ആ ചിരിക്കൊരു ആത്മാർത്ഥത ഇല്ലല്ലോ. ഉണ്ണിക്കൊപ്പം കരുണ വീട്ടിലേക്ക് പോയിരിക്കുക. ഇനിയിപ്പോ അവിടെ എന്തൊക്കെയാണാവോ നടക്കുക? അത് വിട്ടുകള മഹി. അവൾ അത്രയ്ക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. താൻ അവളുടെ സ്വന്തം ചേച്ചിയാ. ചേച്ചി അനിയത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ചെറിയൊരു കള്ളം നമ്മൾ പറഞ്ഞു. അത് പിടിക്കപ്പെട്ടത് സത്യങ്ങൾ മാത്രം പറയുന്നവര് കള്ളം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തോണ്ടാ. ഇനിയെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. എന്തൊക്കെ നമ്മള് താൻ തന്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും ചേച്ചിയെ മനസ്സിലാക്കില്ല. അവിടെ നമ്മൾ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കി ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോഴേ ഇനി എന്റെ ആബ്സൻസിൽ ഈ കമ്പനി നോക്കേണ്ടത് മഹിയാണ്. അവിടെ ചിലപ്പോ ഉണ്ണിയും പിന്നെ മേഘനും ഒക്കെ ഓരോരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തന്നെ ആശ്രയിക്കേണ്ടി വരും. അത്രയൊക്കെ വേണോ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞതൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് മറ്റുള്ളവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അപ്പൊ പിന്നെ താൻ തന്റെ ഡ്യൂട്ടി തുടങ്ങിക്കോ. ഞാൻ എന്റെ ക്യാബിനിലേക്ക് പോവാ. കണ്ണേട്ടൻ പറയുന്നത് സത്യമല്ലേ? അവൾക്ക് എന്ത് നല്ല ജീവിതമാണ് കിട്ടിയത്. എന്നിട്ടും എന്താ അവളിങ്ങനെ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാഗർ, എന്താ സാറേ? ഇന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്. സാറെന്താ അങ്ങനെ പറഞ്ഞേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ തനിക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട് അല്ലേടോ? അതെ. അതെ. എന്നാ കേട്ടോ, ഇത് ഞാൻ മേടിച്ചല്ല. ഇതേ ലക്ഷ്മി മേഡത്തിന്റെ പ്രസന്റാ. ഇന്നലെ മേഡം ഒന്നിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് പോയപ്പോ മേഡം എനിക്ക് 1-2 ഡ്രസ്സ് വാങ്ങിച്ചു തന്നായിരുന്നു. അതായത് മേഡത്തിനും കണ്ണൻ സാറിനും ഒക്കെ സാഗറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. അതെ അതെ, കണ്ണൻ സാർ അത്ര പെട്ടെന്നൊന്നും ആരെ അടുപ്പിക്കുന്ന കൂട്ടത്തിലല്ല. ഇതിപ്പോ കണ്ണൻ സാർ മാത്രമല്ലല്ലോ, ലക്ഷ്മി മേഡവും എന്തിനും ഏതിനും സാഗറിനെ ആണല്ലോ വിളിക്കുന്നത്. അല്ല, മേഡം വന്നു. വന്നെന്ന് മാത്രമല്ല, മേഡം ഇന്ന് മേഡത്തിന്റെ ക്യാബിനിലാ. അതെ, മേഡത്തിനും പുതിയൊരു ക്യാബിൻ സെറ്റ് ചെയ്യാൻ കണ്ണൻ സാർ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സാർ ഇല്ലാത്തപ്പോ ഇനി കമ്പനിയുടെ മേൽനോട്ടം മേഡത്തിനാ. അതേതായാലും നല്ല കാര്യമാണ്. ഞാൻ ഏതായാലും ഒന്ന് മേഡത്തെ കണ്ടിട്ട് വരട്ടെ. ഓക്കെ, ഇതൊന്ന് വെച്ചേ. ഓക്കെ സാർ. ശരിയെ. എന്റെ ലച്ചുവിന് ഒരു ക്യാബിൻ കിട്ടി. ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞ് ഇവിടേക്ക് കയറി വരാം. മാഡം. സാഗർ എത്തിയോ? വാ ഇരിക്ക് സാഗർ. അല്ല, എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാൻ? അത് കൊള്ളാം. ഈ ഡ്രസ്സിലേക്ക് ഒന്ന് നോക്കിയേ. ഓ, പറഞ്ഞതുപോലെ ഇത് ഞാനാണല്ലോ സാഗറിനെ സെലക്ട് ചെയ്ത് തന്നത്. സെലക്ട് ചെയ്തത് മാത്രമല്ല, എനിക്കിത് പണം മുടക്കി വാങ്ങി തന്നതും മേഡോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇന്നലെ ഇട്ടതാണോ ഇതാണോ മെച്ചമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. അതെ, ദേ ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ മാനേജർ ഉൾപ്പെടെ എല്ലാരും പറഞ്ഞു അടിപൊളി ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നതെന്ന്. അതൊക്കെ അവർ നോട്ട് ചെയ്തെന്ന് വേണം പറയാൻ. മാഡത്തിന്റെ സെലക്ഷൻ അപാരം തന്നെയാ. അതിനെന്താ, ഇനി സാഗറെ ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്നെ വിളിച്ചോ. ഞാൻ സാഗറിന് പറ്റിയ ഡ്രസ് എടുത്തു തരാം. ഞാൻ വിളിക്കും. ഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കാനും. എന്താ സാഗർ ആലോചിക്കുന്നെ? ഏയ് ഒന്നുമില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.